ഇന്ന് നമുക്ക് നാരങ്ങയും പച്ചമുളകും കൊണ്ട് എളുപ്പത്തിലൊരു അച്ചാറുണ്ടാക്കാം. അതിനായി ഞാനിവിടെ നാരങ്ങ കഴുകിയതിന് ശേഷം നല്ലവണ്ണം അതിൻ്റെ വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും കഴുകി നല്ലവണ്ണം തോർത്തിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ശകലം പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കരിഞ്ജീരകം, അതിനുശേഷം വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം, അതിനുശേഷം കുറച്ച് അയമോദകം കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉലുവ കൂടി ചേർത്ത് കൊടുത്തു. ഇനിയും കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 10-15 കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ചൂടാക്കിയെടുക്കണം. അധികം ഇത് ഫ്രൈ ആയി പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനിയും അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അതേ ചീനച്ചട്ടി തന്നെ ഞാനിവിടെ കടുകെണ്ണ കുറച്ച് ചൂടാക്കിയെടുക്കുന്നുണ്ട്. കടുകെണ്ണയും ചൂടാക്കുമ്പോൾ അത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആവി വരുമ്പം അത് ഓഫാക്കാം. ഇനിയും നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് നാരങ്ങയും എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. നാരങ്ങ ഞാൻ ഈ ഷേപ്പിലും പച്ചമുളക് ഇതുപോലെ 2ആയി കീറിയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നാരങ്ങ ഇതിലും ചെറുതാക്കി എടുക്കാം. അല്ലെ പച്ചമുളക് 2ആയിട്ട് പിളർന്നു വിടാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. മസാലയെല്ലാം നല്ലവണ്ണം ഇതിൽ പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് മുമ്പേ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന കടുകെണ്ണ അത് ചെറിയ ചൂടോടുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ചൂട് മാറിയതിന് ശേഷം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് നല്ലവണ്ണം മിക്സാക്കുക. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കടുകെണ്ണ അച്ചാറിന് വേണ്ടി കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ട്. അതുകൊണ്ട് കടുകെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ അച്ചാർ ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക.